നമ്മുടെ ധനമന്ത്രി ശ്രീമതിയില്ലേ ഒരു ബുദ്ധിമതിയായ കുറുക്കിയാണ്. അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗോൾഡിൻ്റെ ടാക്സിൽ അവർ കുറവ് വരുത്തി. സമയത്തേക്കില്ലേ, ആ സമയത്ത് ഗോൾഡ് ബോണ്ട് മച്ചുറാവുന്നൊരു സമയമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലോ. ആ ഗോൾഡ് ബോണ്ട് മച്ചുറായി കഴിഞ്ഞാൽ അതിൻ്റെ മച്ചുറിറ്റി വാല്യൂ കൊടുക്കുന്ന സമയത്തേക്ക് ടാക്സിലൊരു ചെറിയ വ്യത്യാസം വരുത്തിപ്പിക്കില്ലേ. കോടാനുകോടി രൂപയാണ് ആ ഒരു ഒറ്റ ടാക്സ് കുറവ് കൊണ്ട് ഗവൺമെൻറ്റിലേക്ക് വന്നത്. അപ്പം അതുപോലെയാണ് ഈ പ്രാവശ്യത്തെ ബജറ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കി അറിയാൻ പറ്റും. Now happy to announce that there will be no income tax payable up to income of 12 lakh rupees. ഒരു മാസം 1,00,000 രൂപ വരുമാനമുള്ള ആൾക്കും ഇനി ടാക്സ് അടയ്ക്കേണ്ടെന്നാണ് പറയുന്നത്. അത് ഏത് സ്കീമിലാണ്? ഓൾഡ് സ്കീം മാറ്റി പുതിയ സ്കീമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു 2-3 വർഷം കൊണ്ട് ഓൾഡ് സ്കീം അങ്ങ് നിർത്തലാക്കാനുള്ള ഒരു നൈസായിട്ടുള്ള ഒരു പണിയാണ്. ഇപ്പം പെട്ടെന്ന് അങ്ങ് ഓൾഡ് സ്കീം അങ്ങ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. അവർ ചിലപ്പോൾ കോടതിയിൽ പോവും. പിന്നെ അതിന് വേണ്ടി ഓൾഡ് സ്കീമാണ് നല്ലത് അതിന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരാതിരിക്കുന്നതിന് വേണ്ടി നൈസാക്കിയിട്ട് ന്യൂ സ്കീമിന് ഓഫർ പോലെ അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ നോക്കിയോ, ഒരു 3 ബജറ്റ് കഴിയുമ്പോഴേക്കില്ലേ ഈ ഓൾഡ് സ്കീം ഉണ്ടാവില്ല. അതിനുശേഷം ആരും ഓൾഡ് സ്കീമിലില്ലാത്തതുകൊണ്ട് ഞങ്ങളിനി ന്യൂ സ്കീം മാത്രമാണ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ടാക്സ് വർഷത്തിൽ 12 ലക്ഷം രൂപയാക്കിയത് വളരെ നല്ല കാര്യമാണ്. എല്ലാവർക്കും, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എല്ലാവർക്കും വളരെ ഉപകാരമാണ്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്കീം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സർക്കാർ കൊണ്ടുവരുന്ന സ്ട്രാറ്റജീനെയാണ് ഞാൻ പറഞ്ഞത്. അത് നല്ലതല്ല എന്നല്ല പറയുന്നത്, കൊണ്ടുവന്നിരിക്കുന്ന രീതിനെയാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. ഈ 12 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് നമ്മൾക്ക് കുറേ കാലം കിട്ടുമല്ലോ. അപ്പോൾ അത് നമുക്ക് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ നെഗറ്റീവ്സ് ഒന്നും അല്ലാട്ടെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഓരോ സ്കീം സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളുടെ വികാരത്തിൽ അല്ലെങ്കിൽ ജനങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഓരോ സ്കീം സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പുതിയ തന്ത്രങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞ കേട്ടോ.